Hi all, welcome to another episode of Shrutis Learning Square. Shrutis Learning Square-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്സിലത്തെ കുറച്ച് PSC ട്രിക്സ് ആണ് കേട്ടോ. അതായത് PSC എക്സാമിലൊക്കെ ചോദിക്കാറുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൻ്റെ ഒരു എക്സാക്ട് ട്രിക്ക് നമുക്കറിയെങ്കിൽ നമ്മൾ ഒരുപാട് സമയമൊന്നും അതിന് വേണ്ടിയിട്ട് വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ മുഴുവനും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അതായത് എല്ലാ ചാപ്റ്റേഴ്സിനും നമ്മൾ എടുത്തിട്ടുള്ള കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് 3-4 മാർക്കിനൊക്കെ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് അതൊക്കെയാണ് PSCയിൽ നമ്മളോട് ചോദിക്കാറുള്ളത്. പക്ഷേ ആ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് PSC തരുന്ന മാർക്ക് ജസ്റ്റ് 1 മാർക്കാണ്. അപ്പോൾ ഒരുപാട് നമുക്ക് ലെങ്തി ആയിട്ട് ഒന്നും എഴുതണ്ട, ജസ്റ്റ് അതിൻ്റെ ട്രിക്ക് മനസ്സിലാക്കി വേഗം തന്നെ ചെയ്തു നോക്കാം. അപ്പോൾ ക്ലാസ് കണ്ടു നോക്കാം. ആദ്യത്തെ 40 ഒറ്റ സംഖ്യകളുടെ തുകയും അടുത്ത 40 ഒറ്റ സംഖ്യകളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എത്ര? അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ആദ്യത്തെ 40 ഒറ്റ സംഖ്യകളുടെ തുകയും അതേപോലെ തന്നെ അടുത്ത 40 ഒറ്റ സംഖ്യകളുടെ തുകയും തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ? അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും നോക്കാം. ഇത് മെത്തേഡിലല്ല പഠിപ്പിക്കുന്നത്, ജസ്റ്റ് ട്രിക്സ് ഉപയോഗിച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനൊരു ഫോർമുലയുണ്ട്, നിങ്ങൾ ഓർത്ത് വയ്ക്കുക. 2n² എന്നുള്ള ഫോർമുലയാണ് 2n². n എന്ന് പറയുന്നത് ഇവിടെ 40 ആണ്. 40 ഒറ്റ സംഖ്യകളുടെ തുകയല്ലേ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ n എന്ന് പറയുന്നത് 40 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എത്രയായിരിക്കും? 2n² വെച്ചിട്ട് 2 × n², അതായത് 40² എന്ന് പറയുമ്പോൾ 1600 × 2, അതായത് 3200 ആണ് ആൻസർ കേട്ടോ. അപ്പോൾ എത്ര പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടുന്നത്? 2-3 സെക്കൻഡിനുള്ള ആൻസർ കിട്ടും. അപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫോർമുല എന്താണ്? 2n². വേറെ ഒന്നും നോക്കാനില്ല. 2 × n², 2 × 40², അതായത് 2 × 1600 എന്ന് പറയുന്നത് 3200. ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ചെറിയ ചേഞ്ച് വരുത്താം. ഈ ക്വസ്റ്റിനകത്ത് 40ക്ക് പകരം 30, അതായത് 30 ഒറ്റ സംഖ്യകളുടെ ആദ്യത്തെ 30 ഒറ്റ സംഖ്യകളുടെ തുകയും അതേപോലെ തന്നെ അതിന് ശേഷമുള്ള 30 ഒറ്റ സംഖ്യകളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫോർമുല 2n² ആണ്. അപ്പോൾ 2 × n എന്ന് പറയുന്നത് 30 ആണ്. അപ്പോൾ 30² എത്രയാണ്? 900 × 2, അതായത് 1800 കിട്ടും. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1/3ക്കും 1/2നും ഇടയിലുള്ള ഭിന്നസംഖ്യ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 1/4, 2/5, 3/6, അതേപോലെ തന്നെ 2/3. ഈ 4 നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിനോമിനേറ്റേഴ്സ് എടുക്കുക. ഈ 2 ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റേഴ്സ് ഏതൊക്കെയാണ്? ഒരെണ്ണത്തിൻ്റെ 3യും ഒരെണ്ണത്തിൻ്റെ 2. അപ്പോൾ ഈ 3 + 2 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 5 കിട്ടുമല്ലോ. അതേപോലെ തന്നെ 1 + 1ഉം ചെയ്യുക. എത്ര കിട്ടും? 2 കിട്ടും. അപ്പോൾ ആൻസർ എത്രയാണ്? 1 + 1 2/3 + 2 5. ആൻസർ നമുക്ക് എത്ര കിട്ടും? 2/5 എന്ന് കിട്ടും. അപ്പോൾ ഓപ്ഷൻ നോക്കുക, ഓപ്ഷനിനകത്തും 2/5 ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന 1/6ഉം 1/2ഉം ഇങ്ങനെ 2 ഫ്രാക്ഷൻസ് കൊടുത്തിട്ടുണ്ട്, 2 ഭിന്നസംഖ്യകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയിലുള്ള ഒരു ഭിന്നസംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. 1 + 1 എത്ര കിട്ടും? 2 കിട്ടും. പിന്നെ 6 + 2 8ഉം കിട്ടും. അപ്പോൾ എത്ര കിട്ടും? 2/8 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓപ്ഷൻ നോക്കുക, ചിലപ്പോൾ അവർ 2/8ന് പകരം 1/4 ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ മാക്സിമം വെട്ടി കുറച്ച് അതേപോലെ എഴുതാം കേട്ടോ. അപ്പോൾ 1/4 എന്ന് പറഞ്ഞിട്ടും നമുക്ക് ആൻസർ കിട്ടാം, അതേപോലെ തന്നെ 2/8 എന്ന് പറഞ്ഞിട്ടും ആൻസർ കിട്ടാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ ശരാശരി തുക എത്ര? എന്താണ് ക്വസ്റ്റ്യൻ? ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനും ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ട്രിക്ക് ഉണ്ട്, ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കാനാണ്, ആവറേജ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 50/2 ചെയ്യുക. 50/2 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 25 കിട്ടും. അതിൻ്റെ ഒപ്പം ഒരു 0.5ഉം കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ എത്രയായി? 25.5 കിട്ടും. ഇതാണ് ഇതിൻ്റെ ആൻസർ കേട്ടോ. വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? കൊടുത്തിരിക്കുന്ന നമ്പർ /2 അതിൻ്റെ ഒപ്പം ഒരു 0.5ഉം കൂടെ ആഡ് ചെയ്യുക കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻസും അങ്ങനെ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതേപോലെ തന്നെ 60 ആണ്. നമ്മുടെ ജസ്റ്റ് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. 15ന് പകരം 60 ആക്കി. അപ്പോൾ എന്ത് ചെയ്യണം? 60/2 ചെയ്യുക. 60/2 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 30 കിട്ടും. അതിൻ്റെ ഒപ്പം ഒരു 0.5ഉം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 30.5 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 0.333 അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും കേട്ടോ. അതിന് തുല്യമായിട്ടുള്ള ഭിന്നസംഖ്യ ഏത്? ഇതാണ് ക്വസ്റ്റ്യൻ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്? 0.333 എക്സ്റ്റെൻഡ് ചെയ്ത് പോവാണ്. അതിന് തുല്യമായിട്ടുള്ള ഭിന്നസംഖ്യ ഏതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എങ്ങനെ ആൻസർ കണ്ടുപിടിക്കണമെന്ന് നോക്കാം. 0.333 ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോവാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ അർത്ഥം എന്താ? 3 മാത്രമാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ശരിയാണല്ലോ. 3 എന്ന് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകണേ. ഇതിൻ്റെ ഇടയിൽ 5 ഒന്നും ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ 3 മാത്രമാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? 0.3 ബാർ എന്ന് കൊടുക്കാം. കാരണം 3 മാത്രമാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അതാണ് 3യുടെ മുകളിലൊരു വരയിട്ടിരിക്കുന്നത്. അതിനെയാണ് ഞാൻ ബാർന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. 0.3 ബാർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം.
ഇനി ചെയ്യണത് ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ ഏത് ഡിജിറ്റ് ആണോ റിപ്പീറ്റ് ചെയ്യുന്നത് ആ ഡിജിറ്റ് എടുത്ത് ന്യൂമറേറ്ററിൽ എഴുതി. ഇവിടെ ഏത് ഡിജിറ്റാണ് റിപ്പീറ്റ് ചെയ്യുന്നത്? 3 റിപ്പീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ന്യൂമറേറ്ററിൽ ആ 3 എടുത്ത് എഴുതി. ബൈ, ഇനി ഇവിടെ നമുക്ക് ഒരൊറ്റ ഡിജിറ്റ് മാത്രമേ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. 3 എന്ന് പറഞ്ഞിട്ടുള്ള ഡിജിറ്റ് മാത്രമല്ല ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡിനോമിനേറ്ററിൽ ഒരു 9 എഴുതുക. ക്ലിയർ ആവുന്നുണ്ടോ? ഞാൻ ഒന്നും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് ആദ്യം എന്താ എഴുതണ്ടേ? ആദ്യം ഏത് ഡിജിറ്റ് ആണോ റിപ്പീറ്റ് ചെയ്യുന്നത് അത് വേണം നമ്മൾ ന്യൂമറേറ്ററിൽ എഴുതാൻ. ഇവിടെ ഏത് ഡിജിറ്റാണ് റിപ്പീറ്റ് ചെയ്യുന്നത്? കണ്ടോ, 3യുടെ മുകളിലാണ് ഞാൻ ബാർ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം 3 ആണ് റിപ്പീറ്റ് ചെയ്യണത് എന്നുള്ളതാണ്. അപ്പോൾ 3 ആദ്യം എഴുതി. ബൈ, ഇവിടെ നമുക്ക് ഒരൊറ്റ ഡിജിറ്റ് മാത്രമല്ലേ റിപ്പീറ്റ് ചെയ്യുന്നത്, 3 മാത്രമല്ലേ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരു 9 മാത്രം ഡിനോമിനേറ്ററിൽ എഴുതും കേട്ടോ. അത് സപ്പോസ് 2 ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് എഴുതും? 2 9 എഴുതും. 3 ഡിജിറ്റാണ് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ഡിനോമിനേറ്ററിൽ എത്ര 9 എഴുതും? 3 9 എഴുതും. ഇവിടെ ഒരൊറ്റ ഡിജിറ്റാണ് റിപ്പീറ്റ് ചെയ്തത്, അതുകൊണ്ട് നമ്മൾ ഒരു 9 ആണ് ഇവിടെ എഴുതിയത്. അടുത്ത എക്സാമ്പിൾ നോക്കാം. 0.4545 ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോവാണ് കേട്ടോ. ഇവിടെ വെച്ച് ടെർമിനേറ്റ് ചെയ്യല്ല, എക്സ്റ്റെൻഡ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ 0.4545 എന്ന് പറഞ്ഞിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോവാം. അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും എനിക്ക്? 0.45 ബാർ, കാരണം 2 ഡിജിറ്റാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത് അല്ലേ. അപ്പോൾ 45ൻ്റെ മുകളിൽ ഞാൻ ബാർ ഇട്ടു, കാരണം 4ഉം 5ഉം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എഴുതി. ഇനി എങ്ങനെ എഴുതാൻ പറ്റും? ഇനി ഏതൊക്കെ ഡിജിറ്റ്സ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്? 4ഉം 5ഉം ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ നമ്പർ ഞാൻ അതേപോലെ തന്നെ ഇവിടെ ന്യൂമറേറ്ററിൽ എഴുതി, 45 എന്ന് എഴുതി അല്ലേ. പിന്നെ ഡിനോമിനേറ്ററിൽ എന്ത് വരും? 2 ഡിജിറ്റ്സ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡിനോമിനേറ്ററിൽ 2 9 എഴുതുക. 3 ഡിജിറ്റ്സ് ആണ് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ 3 9 എഴുതും. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 0.53 ബാർ. എന്താണ് 0.53 ബാർ? ഇതിൻ്റെ അർത്ഥം എന്താ? ഞാൻ 3യുടെ മുകളിൽ മാത്രമാണ് ഈ ബാർ ഇട്ടിരിക്കുന്നത് അല്ലേ. അതിൻ്റെ അർത്ഥം 3 മാത്രമാണ് റിപ്പീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിതിനെ 0.5 ഈ 3 മാത്രമാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുറേ 3 ഞാൻ ഇവിടെ എടുത്ത് എഴുതി. ക്ലിയർ ആയല്ലോ? ഈ ക്വസ്റ്റ്യന് മുമ്പ് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസും തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. കാരണം ഇതിൽ ഒരെണ്ണം മാത്രമേ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ, മറ്റത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പർ, ഇവിടെ എന്താ നമ്പർ കൊടുത്തിരിക്കുന്നത്? 53. ആ നമ്പർ അതേപോലെ എടുത്ത് എഴുതുക. 53 എന്ന് ഞാൻ എടുത്ത് എഴുതി. എന്നിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം, റിപ്പീറ്റ് ചെയ്യാത്ത നമ്പർ, ഇവിടെ ഏതാ റിപ്പീറ്റ് ചെയ്യാത്ത നമ്പർ? 5 അല്ലേ. അപ്പോൾ ഈ നമ്പർ അതേപോലെ എഴുതി, എന്നിട്ട് അതിൽ നിന്ന് റിപ്പീറ്റ് ചെയ്യാത്ത നമ്പർ അതായത് 5 സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ 53 - 5 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 48 കിട്ടും. അപ്പോൾ ആ 48 ഞാനെടുത്ത് അതുപോലെ തന്നെ എഴുതി. ഇനി ചെയ്യേണ്ടത്, ഇനി ഈ 48 ആണ് എൻ്റെ ന്യൂമറേറ്റർ. അപ്പോൾ 48 എഴുതി. ഇനി ബൈ, ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്ര നമ്പറാണ് റിപ്പീറ്റ് ചെയ്യുന്നത്? ഒരൊറ്റ നമ്പർ അല്ലേ, കാരണം 3 മാത്രമാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു നമ്പർ മാത്രം റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എത്ര 9 എഴുതും? ഒരു 9 എഴുതും. അപ്പോൾ ഇവിടെ ഞാൻ ഒരൊറ്റ 9 എഴുതി. ഓക്കെ. അപ്പോൾ എത്ര ഡിജിറ്റ്സ് ആണോ റിപ്പീറ്റ് ചെയ്യുന്നത് അത്രയും 9 എഴുതുക. ഇവിടെ ഒരു ഡിജിറ്റ് മാത്രമാണ് റിപ്പീറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ഒരൊറ്റ 9 എഴുതി. പിന്നെ എത്ര ഡിജിറ്റാണ് റിപ്പീറ്റ് ചെയ്യാത്തതെന്ന് നോക്കുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം 5 റിപ്പീറ്റ് ചെയ്യുന്നില്ല അല്ലേ. അപ്പോൾ 5 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ മാത്രമാണ് റിപ്പീറ്റ് ചെയ്യാത്തത്, അതായത് ഒരെണ്ണമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഒരു 0 ഇടുക. ക്ലിയർ ആയോ? ഒന്നും കൂടെ പറയാം. ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടത്? കൊടുത്തിരിക്കുന്ന നമ്പർ അതേപോലെ തന്നെ എഴുതി, 53 എന്ന് തന്നെ എഴുതി. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് എന്ത് സബ്ട്രാക്ട് ചെയ്യണം? ഏത് നമ്പറാണോ റിപ്പീറ്റ് ചെയ്യാത്ത ആ നമ്പർ സബ്ട്രാക്ട് ചെയ്തു. അതായത് 53 എന്ന് ആ നമ്പർ, അതായത് റിപ്പീറ്റ് ചെയ്യാത്ത നമ്പർ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എത്ര കിട്ടി? 48 എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഈ 48 ആണ് നമ്മുടെ ന്യൂമറേറ്റർ. അപ്പോൾ ന്യൂമറേറ്റർ ഞാൻ 48 എഴുതി. ബൈ, ഇനി ഡിനോമിനേറ്റർ എങ്ങനെ കിട്ടും നമുക്ക് നോക്കാം. എത്ര ഡിജിറ്റ്സ് ആണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്? ഒരൊറ്റ ഡിജിറ്റാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരൊറ്റ 9 എഴുതി കേട്ടോ. അതാണ് ഒരൊറ്റ 9 ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി എത്ര ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യുന്നില്ല? അതും 1 തന്നെയല്ലേ. 5 മാത്രമല്ലേ റിപ്പീറ്റ് ചെയ്യാത്തത്. അപ്പോൾ റിപ്പീറ്റ് ചെയ്യാത്തതിൻ്റെ സ്ഥാനത്ത് ഒരു 0 കൂടെ ഇടുക കേട്ടോ. അപ്പോൾ അതാണ് ഞാനിവിടെ ഒരു 0 ഇട്ടത്. അപ്പോൾ എത്ര കിട്ടി? 48/90 എന്ന് പറഞ്ഞിട്ട് കിട്ടി. അല്ലെങ്കിൽ വീണ്ടും സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ഓപ്ഷനിൽ എന്താണോ കൊടുത്തിട്ടുള്ളത് അതനുസരിച്ചിട്ട് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. 0.425 ബാർ, അതായത് 25ൻ്റെ മുകളിലാണ് ഞാൻ ബാർ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. നമുക്കിവിടെ 4 റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഈ 2ഉം 5ഉം മാത്രമാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്പർ അതേപോലെ തന്നെ എഴുതി, 4 2 5 അതേപോലെ തന്നെ എഴുതി. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? റിപ്പീറ്റ് ചെയ്യാത്ത നമ്പർ ഈ നമ്പറിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യണം. ശരിയല്ലേ? അതായത് 425 നിന്ന് റിപ്പീറ്റ് ചെയ്യാത്ത നമ്പർ എത്രയാണത്? 4. 425 നിന്ന് ഈ 4 സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ എത്ര കിട്ടും? സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും 421 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ആ 421 ആണ് എന്ത്? നമ്മുടെ ന്യൂമറേറ്റർ.
ഇനി ഡിനോമിനേറ്ററിൽ എന്ത് വരും നോക്കാം. എത്ര ഡിജിറ്റ്സ് ആണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം 2ഉം 5ഉം ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ അതിൻ്റെ മുകളിൽ ഒരു ബാർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2 നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ 2 9 എഴുതി കേട്ടോ. അപ്പോൾ എത്ര നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നു അതനുസരിച്ചിട്ട് 9 എഴുതുക. 2 നമ്പേഴ്സ് ആണെങ്കിൽ 2 9. 3 ഡിജിറ്റ്സ് ആണ് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ 3 9 എഴുതണം. അപ്പോൾ ഇവിടെ 2 9 എഴുതി, അതായത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ റിപ്പീറ്റ് ചെയ്യാത്ത എത്ര ഡിജിറ്റ്സ് ഉണ്ട്? ഒരൊറ്റ ഡിജിറ്റ് മാത്രമല്ലേ ഉള്ളൂ, അതായത് 4 മാത്രമല്ലേ റിപ്പീറ്റ് ചെയ്യാത്ത. അപ്പോൾ ഒരൊറ്റ 0 ഇടുക കേട്ടോ. അതായത് ഈ 2 9 റിപ്പീറ്റിങ്ങിനും ഒരു 0 എന്ന് പറയണത് നോൺ റിപ്പീറ്റിങ്ങിനുമാണ് ഇട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 421/990 എന്ന് പറഞ്ഞിട്ട് ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 25 പദങ്ങളുള്ള ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക 400 ആയാൽ ഈ ശ്രേണിയുടെ 13ാം പദം എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കണമെന്ന് നമുക്ക് നോക്കാം. അതായത് 25 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് 400 ആണെന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് 2 തരത്തിലും ചെയ്യാം. അതായത് ഒന്നല്ലെങ്കിൽ AP യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഫോമിലേക്ക് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ അത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്, കുറച്ചും കൂടെ സമയം എടുക്കും. അപ്പോൾ അതിനേക്കാളും എളുപ്പം ആവറേജിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ആൻസർ കിട്ടും. അതായത് സം ബൈ n എന്ന് പറയണല്ലേ ആവറേജ് എന്ന് പറയുന്നത്. അതാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. സം എത്രയാണ്? 400 ബൈ എത്ര നമ്പേഴ്സ് ഉണ്ട്? ഇവിടെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 25 നമ്പേഴ്സ് ഉണ്ടെന്ന് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ 400 ബൈ 25 ചെയ്ത് കഴിയുമ്പോൾ എത്ര കിട്ടും? 16 കിട്ടും. ഇതാണ് നമ്മുടെ ആൻസർ. എന്താ ഞാൻ ഇങ്ങനെ ചെയ്യാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 13th ടേം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 25 ടേംസ് ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് 25 ആൾക്കാരുണ്ടെന്ന് വിചാരിച്ചോ. അതിലത്തെ 13ാമത്തെ ആളെന്ന് പറയുമ്പോൾ മിഡിലായിട്ട് വരും അല്ലേ? മിഡിലത്തെ ആളല്ലേ 13th എന്ന് പറയുമ്പോൾ. 25 ആൾക്കാരുണ്ട്, അതിലത്തെ 13ാമത്തെ ആളെന്ന് പറയുന്നത് മിഡിലാണ്. അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് ചെയ്യാൻ കാര്യം. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് സം ബൈ n ചെയ്ത് കഴിയുമ്പോൾ എത്ര കിട്ടും? ആവറേജ് കിട്ടും, അതായത് 16 കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1 - 1/2 ഇൻറ്റു 1 - 1/3 ഇൻറ്റു 1 - 1/4 കേട്ടോ. ഈ ഒരു പാറ്റേൺ ഒന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ എല്ലാം 1 തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ 1/2, പിന്നെ 2 മാറിയിട്ട് ഇവിടെ 3 മാറിയിട്ട് ഇവിടെ 4. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? നമുക്ക് കിട്ടുന്ന ആൻസർ ഭയങ്കര സിമ്പിളാണ്. അതായത് ജസ്റ്റ് ലാസ്റ്റ് ടേം മാത്രം നോക്കുക. എത്രയാണ് ആൻസർ? 1/4 കേട്ടോ. പെട്ടെന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഈ ഒരു പാറ്റേൺ വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ആൻസർ നമുക്ക് എത്ര കിട്ടുന്നത്? ലാസ്റ്റ് വാല്യൂ എടുത്ത് എഴുതിയാൽ മതി. അതായത് 1/4 ആയിട്ട് എഴുതിയാൽ മതി. ഇപ്പോൾ ഇവിടെ ലാസ്റ്റ് വാല്യൂ 1/4 ആയതുകൊണ്ട് 1/4 എഴുതി. ഓരോ ക്വസ്റ്റ്യനിലും ലാസ്റ്റ് എന്ത് വാല്യൂ ആണോ കിട്ടുന്നത് ആ വാല്യൂ എടുത്ത് എഴുതിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1 + 1/2 1 + 1/3 1 + 1/4 എക്സെട്ര 1 + 1/49 കേട്ടോ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഈ ഒരു പാറ്റേൺ ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാറ്റേൺ വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അതായത് ശ്രദ്ധിക്കേണ്ടത് ആദ്യം പ്ലസ് ആണോ മൈനസ് ആണോ എന്നുള്ളത് ശ്രദ്ധിക്കുക. പ്ലസ് ആണെങ്കിൽ ഒരു ഡിഫറെൻറ്റ് മെത്തേഡാണ്, മൈനസ് ആണെങ്കിൽ വേറെ മെത്തേഡാണ്. അപ്പോൾ ഇവിടെ പ്ലസ് ആണ്. പിന്നെ അതേപോലെ തന്നെ പിന്നെ നോക്കേണ്ടത് ഇപ്പോൾ ഇത് 2 ആണെങ്കിൽ അടുത്തത് 3 പിന്നെ 4 അങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ പോയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടാൻ പോണത് ലാസ്റ്റ് നമ്പർ നോക്കുക. എന്താണ് ലാസ്റ്റ് നമ്പർ കൊടുത്തിരിക്കുന്നത്? 1/49. ഈ 49 കഴിഞ്ഞിട്ടുള്ള അടുത്ത നമ്പർ എടുക്കുക. മനസ്സിലാവുന്നുണ്ടല്ലോ? പ്ലസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ആഡ് ചെയ്യുക. അതായത് 49 കഴിഞ്ഞിട്ടുള്ള അടുത്ത നമ്പർ എത്രയാണ്? 50. ആ 50 ഡിവൈഡഡ് ബൈ, ക്ലിയർ ആണല്ലോ? ഈ 50 ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ഫസ്റ്റ് ഡിജിറ്റ് ഏതാണത്? 2. അപ്പോൾ 50 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിയുമ്പോഴേക്കും ആൻസർ കിട്ടും. എത്രയാണ്? 25. വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇതേ ടൈപ്പ് തന്നെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കും. നോക്കിക്കോ. 1 + 1/2 ഇൻറ്റു 1 + 1/3 ഇൻറ്റു 1 + 1/4 എക്സെട്ര എവിടെ വരെ പോയി? 1 + 1/99 വരെ പോയി. അപ്പോൾ പാറ്റേൺ നോക്കുക. പ്ലസ് ആണോ? പ്ലസ് ആണ്. പിന്നെ നോക്കേണ്ടത് എന്താണ്? ഈ ഒരു പാറ്റേൺ ഒന്ന് വീതമാണോ കൂടണേ? അതും ശരിയാണ്. പിന്നെ നോക്കേണ്ടത് ലാസ്റ്റ് ഡിജിറ്റ് എത്രയാണ്? 99. അപ്പോൾ 99 പ്ലസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? 99 + 1 അതായത് 100/2 ചെയ്യുക. എത്ര കിട്ടും? 50 കിട്ടും. പെട്ടെന്ന് ആൻസർ കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1 - 1/2 - 1/4 - 1/8 - 1/16 - 1/32 ഇതിൻ്റെ ആൻസർ വിത്തിൻ സെക്കൻഡ്സ് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഒരു പാറ്റേൺ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആദ്യത്തെ നമ്പർ ഏത് നമ്പർ വേണമെങ്കിലും ആയിക്കോട്ടെ. ഇവിടുത്തെ ആദ്യത്തെ നമ്പർ എത്രയാണ്? 1 ആണ്. ഇതിൻ്റെ ഹാഫ് ആണോ, അതായത് 1ൻ്റെ പകുതിയാണോ രണ്ടാമത്തെ നമ്പർ നോക്കുക? ആണല്ലോ, 1/2 ആണ്. ഇതിൻ്റെ പകുതിയാണല്ലോ മൂന്നാമത്തെ നമ്പർ. 1/2 ഡിവൈഡഡ് ബൈ 2 1/4 കിട്ടും. അപ്പോൾ ആ ഒരു പാറ്റേണിലാണ് ഈ ഒരു സീരീസ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതായത് ആദ്യത്തെ നമ്പർ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അടുത്ത നമ്പർ രണ്ടാമത്തെ നമ്പർ ആദ്യത്തെ നമ്പറിൻ്റെ ഹാഫാണ്, അങ്ങനെ മൂന്നാമത്തെ നമ്പർ രണ്ടാമത്തെ നമ്പറിൻ്റെ ഹാഫാണ്, അങ്ങനെ അങ്ങ് പോവാണ്.
അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ എന്ത് ചെയ്യണം? എൻ്റെ ആൻസർ എന്തായിരിക്കും? ലാസ്റ്റ് നമ്പർ, അതായത് ലാസ്റ്റ് നമ്പർ എന്താ, ലാസ്റ്റ് ഫ്രാക്ഷൻ എന്താ? 1/32. അത് തന്നെയായിരിക്കും ആൻസർ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2 - 1 - 1/2 - 1/4 - 1/8. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യും നമുക്ക് നോക്കാം. ആദ്യം നോക്കേണ്ടത് എന്താ? ഫസ്റ്റ് ഡിജിറ്റ് ഏതാ നോക്കുക. ഫസ്റ്റ് നമ്പർ എത്രയാണ്? 2. ഇതിൻ്റെ പകുതിയാണല്ലോ രണ്ടാമത്തത് അല്ലേ? 2/2 ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. അപ്പോൾ അത് ഓക്കെ. ഇനി 1ൻ്റെ പകുതിയാണ് ഹാഫ്. അപ്പോൾ ആ ഒരു പാറ്റേൺ ഓക്കെ ആണല്ലോ. ഇനി ചെക്ക് ചെയ്യേണ്ടത് നെഗറ്റീവ് ആണോ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു മെത്തേഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നെഗറ്റീവ് ആണോ എന്ന് നോക്കി. അപ്പോൾ നെഗറ്റീവ് ആണ്. ഇനി ചെക്ക് ചെയ്യേണ്ടത് ലാസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ്, അതായത് ലാസ്റ്റ് ഫ്രാക്ഷൻ എത്രയാണ്? 1/8. അത് തന്നെയായിരിക്കും നമ്മുടെ ആൻസർ, 1/8. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സംഖ്യയെ 56 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം 29 കിട്ടി. അതേ സംഖ്യയെ 8 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം എത്ര കിട്ടും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് ഒരു സംഖ്യയെ 56 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് കിട്ടുന്ന ശിഷ്ടം എത്രയാണ്? 29 കിട്ടിയെന്നാണ് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്ന അതേ സംഖ്യയെ 8 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളാണ്. ഇതിൻ്റെ ആൻസർ നമുക്ക് പെട്ടെന്ന് കിട്ടും. ജസ്റ്റ് ശ്രദ്ധിക്കുക, ഇവിടെ കൊടുത്തിരിക്കുന്ന റിമൈൻഡർ ഇല്ലേ ശിഷ്ടം എത്രയാണ്? 29. അതിനെ നമ്മൾ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന 8 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മാത്രം മതി. അതായത് 29നെ നമ്മൾ 8 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 8 × 3 24, റിമൈൻഡർ 5 കിട്ടും. ഇത്രയേ ഉള്ളൂ മെത്തേഡ് കേട്ടോ. അല്ലാണ്ട് ഇവിടെ നമ്മൾ 56നെ നോക്കേണ്ട ആവശ്യമില്ല. ആകെ കൂടെ നോക്കേണ്ടത് ആദ്യത്തെ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ശിഷ്ടം, അതിനെ നമ്മൾ രണ്ടാമത് കൊടുത്തിരിക്കുന്ന വാല്യൂ വെച്ചിട്ട്, ഇവിടെ രണ്ടാമത് കൊടുത്തിരിക്കുന്ന വാല്യൂ വെച്ചിട്ട്, ഇവിടെ 8 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 29 / 8 മാത്രം ചെയ്താൽ മതി. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 5 കിട്ടും. 5 ആണ് നമ്മുടെ ശിഷ്ടം. ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അതായത് ഒരു സംഖ്യയെ നമ്മൾ 49 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം കിട്ടിയത് എത്രയാണ്? 36 ആണ് ശിഷ്ടം കിട്ടിയത്. പിന്നെ അതേ സംഖ്യയെ 7 കൊണ്ട് ഹരിച്ചപ്പോൾ, അതേ സംഖ്യയെ 7 കൊണ്ട് ഹരിച്ചപ്പോൾ എത്ര ശിഷ്ടം കിട്ടും എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ട്രിക്ക്? നിങ്ങൾ ജസ്റ്റ് ഈ ശിഷ്ടം എടുക്കുക. എത്രയാണത്? 36. ആ 36നെ ഈ 7 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക കേട്ടോ. 36നെ 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 × 5 35, റിമൈൻഡർ 1 കിട്ടും. അപ്പോൾ ആൻസർ എത്രയാണ്? 1. ഇനൊന്നും എഴുതണ്ട കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയതാണ്. ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന ശിഷ്ടം വന്നിരിക്കുന്ന നമ്പർ, ആദ്യം ശിഷ്ടം വന്നിരിക്കുന്ന നമ്പറും പിന്നെ രണ്ടാമത് ഡിവൈഡ് ചെയ്തിരിക്കുന്ന നമ്പറും തമ്മിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗത്തിൽ ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1/3 = 1/2 = 1/8. ഇതിന് തുല്യമായിട്ടുള്ള അംശബന്ധം എന്താണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് പെട്ടെന്ന് കിട്ടും ആൻസർ 16:24:6. അല്ലെങ്കിൽ ഞാൻ കോമൺ ആയിട്ട് ക്യാൻസൽ ചെയ്യാണ്. 2 വെച്ചിട്ട് വെട്ടി. അപ്പോൾ 8:12:3. അപ്പോൾ എങ്ങനെ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആ 3നെ പൊത്തിപ്പിടിക്കുക. ബാക്കി 2 ഡിജിറ്റ്സ് നോക്കുക. എത്രയാണ്? 2ഉം 8ഉം. 2 × 8 എന്ന് പറയുന്നത് 16 ആണ്. അപ്പോൾ 16 എഴുതി +2. ഇനി 2 ക്ലോസ് ചെയ്ത് വയ്ക്കുക. ബാക്കി 3ഉം 8ഉം. 3ഉം 8ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. എത്ര കിട്ടും? 24 കിട്ടും. അതാണ് 24 എന്ന് എഴുതിയേക്കുന്നത്. +2. ഇനി 8 പൊത്തിപ്പിടിക്കുക. 3 × 2 എത്ര കിട്ടും? 6 കിട്ടും. അപ്പോൾ പെട്ടെന്ന് ആൻസർ കിട്ടിയില്ലേ? 16:24:6 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അത് നമുക്ക് കോമൺ 2ൽ ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 8:12:3. ഇനിയിപ്പോൾ ഓപ്ഷനിൽ ഇതാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ അനുസരിച്ചിട്ട് ആൻസർ ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കാം. A/3 = B/4 = C/5. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് A/B/C ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആൻസർ ഭയങ്കര സിമ്പിളാണ്. ജസ്റ്റ് ഡിനോമിനേറ്റർ എടുത്ത് എഴുതിയാൽ മതി കേട്ടോ. എത്രയാണ് ആൻസർ? 3:4:5. അപ്പോൾ ഈ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഐക്കാർഡിൽ ഞാൻ കൊടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സംഖ്യയുടെ 20% മറ്റൊരു സംഖ്യയുടെ 40% ഈക്വൽ ആണെങ്കിൽ സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം എത്ര? ഒരു സംഖ്യയുടെ 20% മറ്റൊരു സംഖ്യയുടെ 40% ഈക്വൽ ആണെങ്കിൽ സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം എത്രയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 20% മറ്റൊരു സംഖ്യയുടെ 40%. അപ്പോൾ 20ഉം 40ആണ് കൊടുത്തിരിക്കുന്നത്. അംശബന്ധം ചോദിക്കുമ്പോൾ ജസ്റ്റ് തിരിച്ചിടുക. അതായത് 40:20. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഓർഡർ ജസ്റ്റ് തിരിച്ചിടുക കേട്ടോ. അപ്പോൾ 40:20 എന്ന് കൊടുക്കുക. ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന 20ഉം പിന്നെ 40ആണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ 40:20 ചെയ്യുക. അപ്പോൾ 0 ചെക്ക് ചെയ്യുക. 40:20 ആണെങ്കിൽ അത് ബബിൾ ചെയ്യുക. അല്ലെങ്കിൽ മാക്സിമം സിംപ്ലിഫൈ ചെയ്യുക. എത്ര കിട്ടും? 2:1 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇതേ മെത്തേഡിൽ തന്നെ ചെയ്യുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. എല്ലാവർക്കും ഭയങ്കര ഫെമിലിയർ ആയിരിക്കും ഈ ക്വസ്റ്റ്യൻ. എയുടെ 44% = ബിയുടെ 55% കേട്ടോ. എയുടെ 44% = ബിയുടെ 55%. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? A/B കണ്ടുപിടിക്കണം. അപ്പോൾ ഇതേപോലെ തന്നെയല്ലേ മുമ്പത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഒരു മെത്തേഡിൽ കൊടുത്തിരിക്കുന്ന 2% തമ്മിൽ തിരിച്ചിടുക.
അതായത് 55 ആദ്യം is to പിന്നെ ആദ്യം എഴുതിയേക്കുന്ന 44. അപ്പോൾ 55:44 എന്ന് പറയുമ്പോൾ നമുക്ക് ലെവലിൽ ക്യാൻസൽ ചെയ്യാമല്ലോ. അപ്പോൾ 5:4 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമചതുരത്തിൻ്റെ വിസ്തീർണം 100 cm². അതിൻ്റെ വികീർണത്തിലൂടെയുള്ള മറ്റൊരു സമചതുരത്തിൻ്റെ വിസ്തീർണം എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? ആദ്യം കൊടുത്തിരിക്കുന്നത് ഒരു സ്ക്വയർ കൊടുത്തിട്ടുണ്ട്, ഒരു സമചതുരം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വിസ്തീർണം, അതിൻ്റെ ഏരിയ കൊടുത്തിട്ടുണ്ട്. എത്രയാണ് അതിൻ്റെ ഏരിയ കൊടുത്തിരിക്കുന്നത്? 100 cm² എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വികീർണത്തിലൂടെയുള്ള മറ്റൊരു സമചതുരം, അതിൻ്റെ വികീർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡയഗണൽ, ഈ ഡയഗണലിൽ കൂടെ ഞാൻ വേറെ ഒരു സ്ക്വയറും കൂടെ വരച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സ്ക്വയറിനെയാണ് ഞാൻ 2 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് സ്ക്വയർ എന്ന് പറയണത് 1 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് സെക്കൻഡ് സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഫിഗർ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഫസ്റ്റ് ഒരു സ്ക്വയർ വരച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡയഗണലിൽ കൂടെ ഞാൻ വേറൊരു സ്ക്വയർ വരച്ച് കഴിയുമ്പോൾ ഈ സെക്കൻഡ് സ്ക്വയറിൻ്റെ ഏരിയ ആയിരിക്കും എന്തായാലും ഫസ്റ്റ് സ്ക്വയറിൻ്റെ ഏരിയനേക്കാളും വലുത്. ശരിയാണല്ലോ, കണ്ടാൽ തന്നെ അറിയാലോ. സെക്കൻഡ് സ്ക്വയറിൻ്റെ ഏരിയ ആണ് ഫസ്റ്റ് സ്ക്വയറിനേക്കാളും വലുത്. ഇതിൻ്റെ ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്ക്വയറിൻ്റെ ഏരിയ ഇൻറ്റു 2 ചെയ്ത് കഴിയുമ്പോൾ സെക്കൻഡ് സ്ക്വയറിൻ്റെ ഏരിയ കിട്ടും. അത്രയേ ഉള്ളൂ. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് സ്ക്വയറിൻ്റെ ഏരിയ എത്രയാണ്? 100 cm² എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സെക്കൻഡ് സ്ക്വയറിൻ്റെ ഏരിയ ആണ്. എത്രയാണ്? 100 × 2 എന്ന് പറയുന്നത് 200 cm² ആണ് ഇതിൻ്റെ ആൻസർ. ഇനി നേരെ തിരിച്ചാണെങ്കിലോ, അതായത് സെക്കൻഡ് സ്ക്വയർ കൊടുത്തിട്ട് ഫസ്റ്റ് സ്ക്വയറിൻ്റെ കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 200/2 ചെയ്യുക. അപ്പോൾ ഡയഗണലിൽ വരയ്ക്കുന്ന സ്ക്വയർ ആയിരിക്കും വലുത് എന്നുള്ളൊരു കൺസെപ്റ്റ് മനസ്സിലുണ്ടെങ്കിൽ എവിടെയാണ് ഇൻറ്റു എവിടെയാണ് ഡിവിഷൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻസ് അല്ലാതെ ഒരു സെപ്പറേറ്റ് നോട്ട്ബുക്കിൽ നോട്ട് ചെയ്ത് വയ്ക്കുക. എക്സാമിൻ്റെ ഒരു 2-3 ദിവസം മുമ്പ് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നിങ്ങളുടെ മെമ്മറിയിലേക്ക് ഇതെല്ലാം വരും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.